കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഷാരിക 1884 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കുട്ടി ബ്ലോഗ് ഇടാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഹെയർ ഇല്ലേ, ഈ ഒരു ഹെയറിന് പറ്റിയ കുറച്ച് ഹെയർ സ്റ്റൈൽസ് ആണ് കേട്ടോ. ആ ഒരു ഹെയർ സ്റ്റൈല് ഈ ഹെയറിന് മാത്രമല്ല ഏത് ഹെയറിന് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഈ മുടി ഇല്ലാത്തതിൻ്റെ ഇങ്ങനെയൊന്നും കെട്ടാൻ പറ്റൂല എന്നുള്ളവർക്ക് ഒരു ഇതായിരിക്കും ഈസി. എല്ലാവർക്കും കെട്ടാവുന്നൊരു സ്റ്റൈൽസാണ് ഞാൻ കാണിച്ചത്. ഫസ്റ്റ് തന്നെ നമ്മൾ മുടിയൊക്കെ നന്നായിട്ട് ചെയ്യുക, വകപ്പെടുത്തിട്ട്. ആദ്യമേ നമ്മൾ വകപ്പെടുത്ത് നന്നായിട്ട് ചീവണം. എനിക്ക് വകപ്പെടുത്താലും ഈ ഒരു ഹോളില്ലേ അത് കാണാൻ പറ്റും കേട്ടോ, വകപ്പെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ വെട്ടിയിട്ട പോലെ, ഇപ്പം എല്ലാവരും വെട്ടിയിട്ട മുടിയായിരിക്കാം. അപ്പം ഇങ്ങനെ വെട്ടിയിട്ട മുടിയിടാം. എടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി കൊടുക്കുക വെറുതെ, അല്ലെങ്കിൽ നമ്മുടെ താന്നു പോവും. നമുക്ക് അപ്പുറത്ത് ചെയ്യേണ്ടത് കൊണ്ട് താന്നു പോകും. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ക്ലിപ്പോ സാധനം, ഞാനൊരു ബ്ലാക്ക് ക്ലിപ്പാണ് എടുത്തേക്കുന്നത്. ഇങ്ങനെ ഒരു കുത്തി വെക്കാം നിങ്ങൾ തൽക്കാലത്തേക്ക്. എന്നിട്ട് നമ്മൾ ഇപ്പുറത്തുനിന്നും അതുപോലെ തന്നെ എടുത്തിട്ട് ബാക്ക് ലൈൻ എടുത്തിട്ട് ഇവിടെ നന്നായിട്ട് ഇതാക്കിയിട്ട് ഈ ഒരു രണ്ട് സൈഡും നമ്മൾ പിടിച്ച് ബാക്കിലേക്ക് കൊണ്ടുവരിക. അത് നമുക്ക് മോശമാവാം. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ബാക്കൊക്കെ കവറ് നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ട് ചീവണം. ബാക്കൊക്കെ നന്നായിട്ട് ചീവിയിട്ട് ബാക്കിലേക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. നമ്മൾ ഒന്നോടെ ഈ വകർപ്പെടുത്തിട്ട് ഈ ബാക്കിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഈ ക്ലിപ്പിൻ്റെ ആ ഒരു ഇതില്ലേ അതൊന്ന് ബാക്കിലേക്ക് കൊണ്ടുവരും. പക്ഷെ ഈ ഒരു ഭാഗത്തിന് എന്തോ കുഴപ്പം പറ്റി, അതുകൊണ്ട് എന്നാലും നിങ്ങൾ നന്നായിട്ടൊന്ന് ചീവ് ചെയ്യാൻ മതി. ആദ്യത്തെ ഹെയർ സ്റ്റൈലാണ് ഇങ്ങനെ നമ്മളിട്ട് ഗേൾസൊക്കെ ഇതായിരിക്കും ഇപ്പോഴത്തെ സ്റ്റൈൽ. 2-3 മുടി ഇങ്ങനെ നീട്ടായിട്ടും. ഇതാണ് ആദ്യത്തെ ഹെയർ സ്റ്റൈൽ. എല്ലാ മുടികൾക്കും ചേരും. നിങ്ങളിനി പേടിക്കണ്ട, ഇങ്ങനത്തെ മുടിക്ക് ഇനി കുത്താൻ പറ്റൂല എന്ന് പറഞ്ഞ് വിഷമിക്കണ്ട. അടുത്ത സ്റ്റൈൽ എല്ലാവരും കെട്ടണ ഒരു സ്റ്റൈലാണ്. പക്ഷെ എൻ്റെ ഒന്നും മുടിയിൽ പറ്റുന്നില്ല. അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് കുറച്ച് മുടി എടുത്താണ് വെട്ടിയത്. ഞാൻ ഇവിടുന്ന് തന്നെ എൻ്റെ ഇഷ്ടത്തിന് വെട്ടിയോണ്ട് പറ്റിയില്ല എനിക്ക്. അപ്പം എൻ്റെ വാവൊരു മറ്റേ ഇതെടുത്തു ഗൈസ്, എൻ്റെ പശ എടുത്തു. അത് ഞാൻ നോക്കിയതാണ് കേട്ടോ. എൻ്റെ ഈ അനിയത്തിയ ചേട്ടനും ഉണ്ട് കേട്ടോ. ഞങ്ങൾ മൊത്തം 3 മക്കളാണ്. അനിയത്തി പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റൈൽ. ഇതെല്ലാവരും കാണുന്ന സ്റ്റൈൽ. പിന്നെ എൻ്റെ കയ്യിൽ കുറേ സ്റ്റൈലുണ്ട്, പക്ഷേ ഈ ഒരു ഹെയർ ബാൻഡ് വെച്ച് നമുക്ക് കിട്ടാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ ഇന്നത്തേക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ മാത്രം പറഞ്ഞു തരുന്നുള്ളൂ. വേറെ വീഡിയോസിൽ ഞാൻ ഓരോ ഹെയർ സ്റ്റൈലും വെച്ച് പറഞ്ഞതാണ്. എല്ലാവർക്കും ബൈ.